സ്മിതയെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി ആം ആദ്മി പാർട്ടിയുടെ 5 പ്രവർത്തകർ ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രാജു താന്നിക്കലുണ്ട്. അദ്ദേഹം ചെറിയ ചെറിയ വീഡിയോസ് പബ്ലിക്കിന്റെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ പറയുന്ന ഫീൽഡിലേക്ക്, സിവിൽ സർവീസിന്റെ ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം തയ്യാറായിരിക്കണം, എന്തെല്ലാം വ്യൂസ് എന്നൊന്നും അറിയണമെന്നുള്ളത് സ്മിത വന്ന വഴി ചെറുതായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വളരെ ഷോർട്ടായിട്ടൊന്ന് പറയാമോ? എനിക്ക് ചെറുപ്പം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു സിവിൽ സർവീസിലേക്ക് പോകണമെന്ന്. അപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന്, ചെറുപ്പം മുതൽ ഒരു ആഗ്രഹം ഉണ്ടാവുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. 2, പത്രം വായന, ന്യൂസ് പേപ്പർ റീഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ ചെറുപ്പം മുതൽ വീട്ടിൽ ചെയ്ത ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്, വളരെ ചെറുപ്പം മുതൽ മീനിങ് അറിയുന്നതിന് മുന്നേ ഞാൻ ദ ഹിന്ദു വായിക്കുമായിരുന്നു ഡെയിലി. അതൊരു കൺസിസ്റ്റൻറ്റ് ബിഹേവിയർ ആയിട്ട്. കറണ്ട് അഫയേഴ്സിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ബീങ് അപ്ഡേറ്റഡ് ഓൺ കറണ്ട് അഫയേഴ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അതുകൂടാതെ ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നുണ്ട്. ലേഡി ശ്രീറാം കോളേജിലും JNUവിലും ആയിരുന്ന കാലത്ത് കൂടുതലും പഠനത്തിൽ തന്നെയാണ് ശ്രദ്ധിച്ചത്. അതിനുശേഷമാണ് കംപ്ലീറ്റ്ലി സിവിൽ സർവീസിലേക്ക് ചെയ്തത്. ഒത്തിരി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഓൺലൈൻ മെറ്റീരിയലും അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന, ഇപ്പം ChatGPT കൂടെ ഉള്ളതുകൊണ്ട് ഒത്തിരി കസ്റ്റമൈസ് ചെയ്ത ആൾക്കാർ പഠിക്കുന്നുണ്ട്. അപ്പം കുട്ടികളാണെങ്കിൽ ഡെയിലി, സ്കൂളിലാണെങ്കിൽ തീർച്ചയായും ചെയ്യാവുന്ന ഒരു കാര്യം പത്രം വായനയാണ്. നമ്മളൊരു ജനറൽ കറണ്ട് അഫയേഴ്സ് വളർത്തിയെടുക്കുക. പിന്നെ നമ്മൾ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ഫോക്കസ്ഡ്ലി സിവിൽ സർവീസിനെ സ്റ്റാർട്ട് ചെയ്യുക. എക്സാം സൈക്കിൾ തന്നെ ഒത്തിരി സമയമെടുക്കും, 1 വർഷം നീണ്ടു നിൽക്കുന്ന സൈക്കിളാണ്. സോ പ്രസൻസ് ഓഫ് മൈൻഡ്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇടയ്ക്ക് ഡിജക്റ്റഡ് ആവാതെ നമ്മൾ ആ സൈക്കിളിൽ തന്നെ തുടരാൻ ശ്രമിക്കുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആവശ്യമാണ്. ഈ കോച്ചിങ് സെന്ററിന്റെ ഇൻഫ്ലുവൻസ് എത്രയുണ്ടായിരുന്നു? സ്വന്തമായിട്ട് പഠിക്കായിരുന്നോ കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കായിരുന്നു? ഞാൻ തുടക്കത്തിൽ സ്വന്തമായിട്ട് തന്നെയാണ് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ തന്നെ ഗൈഡൻസ് പ്ലാനിട്ട്. പക്ഷെ എനിക്ക് കുറച്ച് പുറകിലാണെന്ന് തോന്നിയ ചില സബ്ജക്റ്റുകൾ, കാരണം ഓൾമോസ്റ്റ് വളരെ വാസ്റ്റാണ് സബ്ജക്റ്റ്. എല്ലാ സബ്ജക്റ്റിലും ജനറൽ നോളജ് വേണം. സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ്, ജോഗ്രഫി, ഹിസ്റ്ററി, പോളിറ്റി. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയ സബ്ജക്റ്റുകൾക്ക് ഞാൻ കോച്ചിങ് എടുത്തു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ പലയിടത്തുനിന്ന് ഓൺലൈനായിട്ട് മോക്ക് ടെസ്റ്റുകൾ എടുത്തിരുന്നു. ഓപ്ഷണൽ സബ്ജക്റ്റിന് അല്ലാതെ ഞാൻ സ്പെഷ്യലായിട്ട് ഗൈഡൻസ് എടുത്തിരുന്നു. ട്രിവാൻഡ്രത്ത് എടുത്തിരുന്നു, ഡൽഹി ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുത്തു. പക്ഷെ ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ് കൂടുതലും ചെയ്തത്. അപ്പം ഞാൻ എല്ലാം ഓൺലൈനായിട്ട് എനിക്ക് വേണ്ടത് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫിൽറ്റർ ചെയ്തെടുക്കും. എനിക്ക് അത്യാവശ്യം തോന്നുന്നത് ഡിസൈഡ് ചെയ്യുന്നു. പക്ഷെ കോച്ചിങ് നമുക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ എടുക്കുന്നത് നമ്മുടെ പാത്ത് കുറച്ചുകൂടി ഈസി ആക്കാൻ സാധിക്കും. അതിനെ സംബന്ധിച്ച് 2 ചോദ്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത്, ഈ ChatGPT ഒന്നും അല്ലെങ്കിൽ ഓൺലൈനിൽ ഒത്തിരി കോഴ്സ് ചെയ്യുന്നുണ്ട്. ഈ ChatGPT വരുന്ന കോച്ചിങ് സെന്ററിന്റെ ഇൻഫ്ലുവൻസിനെ ബാധിക്കുമോ? അതിന്റെ ആവശ്യം കുറഞ്ഞു വരുമോ? അതോ വീണ്ടും കോച്ചിങ് സെന്ററിൽ തന്നെ പോകേണ്ട ആവശ്യം വരുമോ? ഞാൻ ChatGPT ഉപയോഗിച്ചത് എനിക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു കോംപ്ലക്സ് ടോപ്പിക് ഉണ്ട് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് തന്നെ നമ്മുടെ ലേണിംഗ് എബിലിറ്റി, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് അതൊന്ന് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട്. പക്ഷെ അതേസമയം നമുക്ക് അബ്സല്യൂട്ട് ബിഗിനർ ആണെങ്കിൽ ChatGPT പറയുന്നതനുസരിച്ച് ഈ സിവിൽ സർവീസ് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് മിക്ക കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവരുടെ കണ്ടന്റ് ക്യൂറേറ്റ് ചെയ്യുന്നത്. അവരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ChatGPT കുറച്ചുകൂടി വാസ്റ്റ് ആയിരിക്കാം, ജനറൽ ആയിരിക്കാം. നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ തന്നെ ഗൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഓൺലൈൻ റിസോഴ്സസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഒരു മെന്റർഷിപ്പും പിയർ ലേണിങ്ങും, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെല്ലുന്ന മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ കാണുന്നു, അവരുടെ കൂടെ ഒരു ഇൻസ്പിറേഷൻ, അങ്ങനെ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതാണ്. ഞാൻ പോയില്ല, ഞാൻ രണ്ടാമത്തെ ഒരു എത്ര മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുമായിരുന്നു? ഈ ഒരു വർഷം പ്രത്യേകിച്ച് ക്ലോസ് ടു 8 to 10 hours പഠിത്തം തന്നെ ഉണ്ടായിരുന്നു. 8 to 10 മണിക്കൂർ നന്നായിട്ട് പഠിക്കും. അതുകൂടാതെ പത്രം വായിക്കുന്ന ചെറുപ്പം മുതലൊരു ശീലം ആയതുകൊണ്ട് ഞാൻ അതുകൂടാതെ തന്നെ പുറമെ വീട്ടിൽ വരുന്ന പത്രവും ന്യൂസ് പേപ്പർ, ഓൺലൈൻ ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതെങ്കിലുമൊക്കെ വായിക്കുമായിരുന്നു. 8 to 10 മണിക്കൂർ സ്ഥിരമായിട്ട് ഡെഡിക്കേറ്റഡ്ലി പഠിത്തമുണ്ട്. പിന്നെ ഞാൻ കൂടുതലും വീക്ക്ലി ടാർഗറ്റ്സ് അറിയിക്കുന്നത്. ഇന്ന ദിവസം തീർന്നാലേ ആ വീക്കിൽ കംപ്ലീറ്റ് ചെയ്യുക, വീക്കിൽ കംപ്ലീറ്റ് ആയാലേ മാക്സിമം മന്തിൽ കംപ്ലീറ്റ് ചെയ്യുക, ബാക്ക്ലോഗ് ഇല്ലാതെ. എൻഡ്യൂറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് സിവിൽ സർവീസ് എക്സാമിന്. കൺസിസ്റ്റന്റ് ആയിരിക്കണം ത്രൂ ഔട്ട് ഒരു ഇയർ. നമ്മൾ എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ 1.5 വർഷം പഠിക്കണമല്ലോ. അപ്പോൾ 2-3 വർഷം കൺസിസ്റ്റന്റ് ആയിട്ടൊന്ന് പഠിക്കണം. ലാസ്റ്റ് ചോദ്യം, ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ
മൊബൈൽ ഫോണിന് മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുമായിരുന്നു, അത് യൂസ്ഫുൾ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുള്ളായിരുന്നു? എങ്ങനെയായിരുന്നു? ഞാൻ ലാപ്ടോപ്പും മൊബൈൽ ഫോണും യൂസ് ചെയ്യുമായിരുന്നു പഠന ആവശ്യത്തിന്. പക്ഷെ സോഷ്യൽ മീഡിയ ഞാൻ ക്ലോസ് ടു 2.5 years ഉപയോഗിച്ചിട്ടില്ല. അത്യാവശ്യം വാട്സാപ്പിൽ എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മാത്രം. പക്ഷെ സോഷ്യൽ മീഡിയ വളരെ ഡിസ്ട്രാക്റ്റിംഗ് ആണ്. കാരണം ആൽഗോരിതം ക്യൂറേറ്റഡ് കണ്ടന്റ്, നമ്മൾ ഒരു റീലിൽ നോക്കി നിർത്താം എന്നൊരു സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ ഉപയോഗം അനുസരിച്ച് അവർ പിന്നെയും പിന്നെ റീൽസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കൊന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് 8 to 10 hours ഒക്കെ പഠിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഡിസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കും. ഞാൻ ഉപയോഗിച്ചില്ല, എനിക്ക് അതിൻ്റെ അത്യാവശ്യം തോന്നിയില്ല. കാരണം എക്സാമിന് സോഷ്യൽ മീഡിയ അനിവാര്യമല്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചില്ല. അപ്പം എനിവേ കാര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞങ്ങളിത് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കാം. ഏതാണ് സർവീസ് കിട്ടുന്നത് ഇതുവരെ അറിയത്തില്ലെങ്കിൽ വാട്ട് എവർ ഇസ് സർവീസ് അതിനകത്ത് ശോഭിക്കാനുള്ള എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എന്താ പറയുക, ലേഡീസിന് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ദിവസം, ആ ദിവസം തന്നെ നമ്മുടെ ഒരു ലേഡി സാധിച്ചില്ല.